ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അരിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നൈസ് പത്തിരി അല്ല, ഇത് കുറച്ച് കനത്തിൽ നല്ല ടേസ്റ്റുള്ള നാളികേരമൊക്കെ ചേർത്തിട്ടുള്ള ഒരു പത്തിരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യം നമുക്ക് നാളികേരം ചെരുകിയതൊന്ന് നാളികേരത്തിൻ്റെ കുറച്ച് പാലെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. നന്നായി അരച്ചെടുക്കരുത്, കറക്കിയെടുത്താൽ മതിയാവും. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പാല് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാല് നമുക്ക് ലാസ്റ്റ് പത്തിരിയുടെ മേലെ പുരട്ടി കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ പാല് പിഴിഞ്ഞതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ എനിക്കിതാ ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ്, പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ പീര, നാളികേരത്തിൻ്റെ പാല് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ബാക്കിയുള്ള പീര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടുള്ള വെള്ളമൊന്നും വേണമെന്നില്ല, അന്ന് നല്ല പച്ചവെള്ളം ആവരുത്. നമുക്ക് ഒരു അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. എന്നാൽ ചപ്പാത്തി കുഴച്ചെടുക്കണ പോലെ നന്നായി ഒന്ന് ഇത് കുഴച്ചെടുക്കണം നമുക്ക്. ഇപ്പോൾ നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ച് ഇത്രയും ഒരു ഉരുളാക്കിയിട്ട് ഈ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം നനച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ശരിക്കും പഴയ ആൾക്കാരൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുക. പക്ഷേ കയ്യിൽ വെച്ച് നമ്മൾ പരത്തിയിട്ട് ചട്ടിയിലേക്ക് ഇടുമ്പോഴേക്കും അത് കനം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് അധികം കനമില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇലയിൽ വെച്ച് പരത്തണത്. നല്ല കനത്തിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും, നമുക്ക് വേഗം വെന്ത് കിട്ടും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇലയിൽ പരത്തി കഴിഞ്ഞാൽ നമുക്കിത് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇല അടക്കം നമ്മൾ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ മെല്ലെ ഈ ഇലയൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പം കൂടാതെ പത്തിരി അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം നല്ല ദോശയൊക്കെ ഉണ്ടാക്കണ കല്ലുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ അതിലെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, അപ്പോൾ ഉള്ളു വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 ഭാഗവും വേവിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ പത്തിരി ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പത്തിരിയിൽ നാളികേരപ്പാൽ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആവുക. അപ്പോൾ നമുക്കൊരു പത്തിരി ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരപ്പാൽ കുറേശ്ശെ ആയിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഒരു പത്തിരിയുടെ മേലെ പുരട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വേറെ പത്തിരി വെച്ചിട്ട് അതിൻ്റെ മേലെയും പുരട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാ പത്തിരിയും പുരട്ടി വയ്ക്കുക. നാളികേരപ്പാൽ പുരട്ടിയിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എടുത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ നാളികേരപ്പാൽ പുരട്ടി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം നാളികേരപ്പാൽ അപ്പോഴേക്കും പിരിഞ്ഞ് നാശമായി പോവും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് 30 മിനിറ്റ് മുന്നൊക്കെ പുരട്ടി വെച്ചാൽ മതിയാവും. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട് നാളികേരപ്പാൽ പുരട്ടാതെ വേണമെങ്കിൽ വൈകിട്ട് കഴിക്കാം. പക്ഷെ നാളികേരപ്പാൽ പുരട്ടി കഴിഞ്ഞാൽ അധികം സമയം എടുത്ത് വയ്ക്കരുത്, വേഗം തന്നെ കഴിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.